എൻ്റെ കുട്ടികളെ, നിങ്ങളുടെ ഈ ഇരുത്തവും നിങ്ങളുടെ ഈ മുഖഭാവവും ഏറെ ഇഷ്ടപ്പെട്ടു. ഇന്ന് 2 മണി മുതൽ നിങ്ങളിവിടെ വന്ന് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ മഹത്തായ പരിപാടിയിൽ നിങ്ങൾ പങ്കുകൊള്ളുന്നു എന്നറിഞ്ഞുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ രക്ഷിതാക്കളുണ്ട്, ഇതിൻ്റെ സംഘാടകരുണ്ട്, നമ്മുടെ അഭ്യുതകാംക്ഷികളായിട്ടുള്ള സഹോദരി സഹോദരങ്ങൾ എല്ലാം ഉണ്ട്. കൂട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളും ഉണ്ട്. നിങ്ങളുടെ തുടർന്നുള്ള സഞ്ചാരം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചാണ് ഞാൻ കയറി വരുമ്പോൾ നിങ്ങൾക്ക് നൽകിയിരുന്ന ഉത്ബോധനത്തിലൂടെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെല്ലാവരും ഇതിനകം തന്നെ ഏറെ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയൊരു അനുഭവം നിങ്ങൾക്കുണ്ടായി കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് വൈജ്ഞാനികമായ ഒരു വളർച്ച മാത്രമല്ല, ആവേശകരമായൊരു മുന്നേറ്റത്തിൻ്റെ തുടക്കമാകുവാനും ഈ ഒത്തുകൂടലിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കും. പഠനം അത് വളരെ പ്രധാനമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ കാലത്തും പഠിക്കുന്നവരാണ്, വിദ്യാർത്ഥികളാണ്. എന്നാൽ ഔപചാരിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മക്കളെ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാത്രമാണ് അത് ലഭ്യമാകുന്നത്. അതിന് പ്രത്യേക സമയവും പ്രത്യേക സാഹചര്യങ്ങളും പ്രായവും ഒക്കെ ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം അതിൽ ഏകദേശം 4ാം ക്ലാസ് മുതൽക്ക് അങ്ങോട്ടുള്ള കുട്ടികളെല്ലാവരും, എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ അംഗീകാരങ്ങൾ LSS ആണെങ്കിലും USS ആണെങ്കിലും NMMS ആണെങ്കിലും SSLC ആണെങ്കിലും ഹയർ സെക്കൻഡറി ആണെങ്കിലും നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഈ വിജയം ചെറുതല്ല, വലിയ വിജയമാണ് നിങ്ങൾക്കുണ്ടായിട്ടുള്ളത്. നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് ഉള്ള സന്തോഷം ചെറുതല്ല, നിങ്ങൾ അധ്യാപകന്മാർക്കുള്ള ആഹ്ലാദം കുറഞ്ഞതല്ല. എന്നാൽ അതിനൊക്കെ സമാനമായ അഭിമാനവും സന്തോഷവും ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് നിങ്ങളെ ഇങ്ങനെ വിളിച്ചു ചേർക്കുവാൻ സന്നദ്ധമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ തുടർന്നുള്ള മുന്നേറ്റവും നമ്മുടെ സഞ്ചാരങ്ങളെ ശരിയായ ദിശയിലൂടെ ക്രോഡീകരിച്ച് പോകുവാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. അച്ഛനമ്മമാർ, മാതാപിതാക്കന്മാർ, ഉപ്പമാർ അതിനുള്ള നേതൃത്വപരമായ ശ്രദ്ധ ശ്രദ്ധിക്കണം എന്നുകൂടി സൂചിപ്പിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് നേടാനുള്ളത് നമ്മുടെ സ്വഭാവ ഗുണം നന്നാക്കുക എന്നുള്ളതാണ് പ്രധാനം. സ്വഭാവം, നമ്മുടെ സംസ്കാരം, ഇത് രണ്ടും രൂപപ്പെടുന്നത് നമ്മുടെ ഉമ്മയുടെ, മാതാവിൻ്റെ, അമ്മയുടെ മടിത്തട്ടിൽ നിന്നാണ്. ഇപ്പോ മാതാവ് പറഞ്ഞിട്ട് അനുസരിക്കാത്ത കുട്ടികൾ, പിതാവിൻ്റെ വാക്കുകൾ ലംഘിക്കുന്ന മക്കൾ ഒക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു കാലത്താണ്. നിങ്ങൾ അങ്ങനെയല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ഈ തിളങ്ങുന്ന കണ്ണും ഈ പ്രസരിക്കുന്ന മുഖവും പ്രസന്നമായ മുഖവും അത്തരത്തിലുള്ളവർ നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലെന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്ന കാര്യം ഞാൻ അറിയിക്കും. അതുകൊണ്ട് നാം ഇവിടെ എത്തിച്ചേർന്നത് വലിയ വലിയ ചില പരിശ്രമങ്ങളുടെ ഫലമായിട്ടാണ്. വലിയ പരിശ്രമങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ വിലയോടുകൂടി, പ്രാധാന്യത്തോടുകൂടി ഉൾക്കൊള്ളാൻ നമുക്കൊക്കെ കഴിയേണ്ടതുണ്ട് എന്ന് കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. നിങ്ങളുടെ കുടുംബങ്ങൾക്ക് മാത്രമല്ല, അധ്യാപകന്മാർക്ക് മാത്രമല്ല, സർക്കാരിനും നാട്ടിലെ ജനങ്ങൾക്കും നമ്മുടെ ഈ ഉയർച്ചയ്ക്ക് വേണ്ടി, ഈ വളർച്ചയ്ക്ക് വേണ്ടി, ഈ മുന്നേറ്റത്തിന് വേണ്ടി പിന്തുണയ്ക്കേണ്ടതായി വന്നിട്ടുണ്ട്. അവിടെ സമ്പത്തും സൗകര്യങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് എന്ന വസ്തുത നമ്മൾ ഉൾക്കൊള്ളണം. അതുകൊണ്ട് നാം തിരിച്ച് ഈ സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ തന്നെ വളർന്നു വരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആദ്യം
തൻ്റെ മാതാപിതാക്കന്മാരെ അനുസരിക്കുവാനുള്ള പാഠം അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ. നമ്മൾ മാതാപിതാക്കന്മാരോട് ശണ്ട കൂടുന്ന സന്ദർഭങ്ങൾ കുട്ടികൾക്കുണ്ടാവും. സ്വാഭാവികമാണ് ഈ പ്രായത്തിൽ. ആ ദിവസം ചിലപ്പോൾ മാതാവിനെ, ഉമ്മയെ, അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. ആ വേദനിപ്പിച്ച ദിവസവും നിങ്ങൾക്ക് ചോറ് പാത്രം ബാഗിൽ വെച്ച്, ബാഗ് നിങ്ങളുടെ കയ്യിലേൽപ്പിച്ച്, മടിയുണ്ടെങ്കിൽ കുടയും തുറന്ന് കയ്യിൽ തന്ന് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നു പോകുമ്പോൾ നിങ്ങളുടെ മാതാവ്, ഉമ്മ, നിങ്ങളുടെ അമ്മ നിങ്ങളെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്, കണ്ണിൽ നിന്ന് മറയുന്ന സന്ദർഭം വരെ. മക്കളെ, നിങ്ങൾക്ക് ഈ പ്രായത്തിൽ അതിൻ്റെ വേദന ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് ഒരു നിമിഷം ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരു നിമിഷം അങ്ങനെ വേദനിപ്പിച്ച ഘട്ടങ്ങൾ ഉണ്ടോ എന്നൊരു പരിശോധന നടത്തുക. ഒന്ന് മനസ്സിൽ ഇങ്ങനെ ഓർത്തു നോക്കുക. ഞാൻ എൻ്റെ ഉപ്പയെ, എൻ്റെ ഉമ്മയെ, എൻ്റെ അച്ഛനെ, എൻ്റെ അമ്മയെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടോ? അവർ കണ്ണ് നിറയുന്ന സന്ദർഭം എന്നെ കൊണ്ടുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് നേരം ഞാൻ അതിന് വിടുകയാണ്. ഇനി മുതിർന്നവർക്കും ആലോചിക്കാം. നിങ്ങളുടെ കുട്ടിക്കാലത്തോ മുതിർന്നതിന് ശേഷമോ പ്രായമുള്ള നിങ്ങളുടെ അമ്മയെ, നിങ്ങളുടെ അച്ഛനെ, നിങ്ങളുടെ ഉപ്പയെ, നിങ്ങളുടെ ഉമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന് മുതിർന്നവരും ആലോചിക്കുക. ഇനി അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് തിരുത്തി മേലിൽ ആവർത്തിക്കാതിരിക്കാൻ നാം ഒരുങ്ങണം എന്നാണ് കുട്ടികളോട് പറയാനുള്ളത്. മുതിർന്നവരോട് നിങ്ങളുടെ മാതാപിതാക്കന്മാരെ ചെന്ന് കണ്ട് മാപ്പിരക്കണം എന്നുകൂടി മുതിർന്നവരോട് ഞാൻ പറയാൻ കൂടി ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ വേദനിപ്പിച്ചാൽ നിങ്ങൾ നാളെ വേദനിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളെ കണ്ടുകൊണ്ടാണ് ഈ മക്കൾ വളരുക. നിങ്ങളിൽ സംസ്കാര സമ്പന്നമായ ഗുണമേന്മയോടുകൂടിയുള്ള ഒരു ജീവിതം കുട്ടികളുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് കിട്ടുന്ന ആദ്യത്തെ സംസ്കാര രൂപീകരണം അവിടെ വെച്ചാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് നാം നമ്മുടെ പെരുമാറ്റങ്ങൾ എങ്ങനെയുണ്ട് അതിനെ നന്നായി നേരെ ചൊവ്വയാക്കി കൊണ്ടുപോകാൻ പരിശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ മക്കളുടെ സ്വഭാവ രൂപീകരണത്തിന് പ്രധാനമാണ്. ആ രീതിയിലായിരിക്കണം നമ്മുടെ മുതിർന്നവരുടെ മുന്നേറ്റം. മക്കളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, മാതാപിതാക്കന്മാരും അധ്യാപകന്മാരും നിങ്ങളെ ഒരുപക്ഷെ ദേഷ്യപ്പെട്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് വടിയെടുത്ത് അടിക്കുക കൂടി ചെയ്തിരുന്നു. ഇപ്പോൾ അടിപ്രയോഗമില്ല, ചൂരൽ പ്രയോഗമില്ല. എന്നാൽ നിങ്ങളോട് ദേഷ്യപ്പെട്ടേക്കാം. ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് അധ്യാപകനോട്, ദേഷ്യപ്പെടുമ്പോൾ മാതാപിതാക്കന്മാരോട് നിങ്ങൾക്ക് വെറുപ്പ് ഉളവാകുകയും ചെയ്യും, സ്വാഭാവികം. എന്നാൽ ഞാൻ എൻ്റെ കുട്ടികളോട് ചോദിക്കുന്നു, നിങ്ങളുടെ മുറ്റത്ത് ഒരു മാവുണ്ട്, മാവിൽ നിറയെ മാങ്ങയുണ്ട്, കണ്ണിമാങ്ങ. ഈ കണ്ണിമാങ്ങ പൊട്ടിച്ച് തിന്നാൻ, ഉപ്പും കൂട്ടി തിന്നാൻ ബഹു രസമാണ്, അല്ലേ? ആ, വിരലുകൊണ്ട് കാണിക്കും. എന്തോ ഒരു രസമാണ് കുട്ടിക്കാലത്ത്. പ്രത്യേകിച്ച് നിങ്ങളുടെ മുറ്റത്തുള്ള മാവിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന മാങ്ങ ഒരു ദിവസം നിങ്ങൾ പൊട്ടിച്ചു, ഉപ്പ് കൂട്ടി തിന്നു. ആ തിന്നത് ഇതിൻ്റെ സ്വാദ് നിങ്ങളുടെ നാവിൽ നിന്ന് പോയിട്ടില്ല. പിറ്റേ ദിവസവും നിങ്ങൾ പൊട്ടിച്ചു. അപ്പൊ നിങ്ങളെ വല്യമ്മ വന്ന്, അച്ചമ്മ വന്ന് നിങ്ങളെ ശകാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ കണ്ണിമാങ്ങ പൊട്ടിക്കരുത് എന്ന്. വീണ്ടും പൊട്ടിച്ചു. പിറ്റേന്ന് ചിലപ്പോൾ ചെറിയ തല്ലും നിങ്ങൾക്ക് കിട്ടിയെന്ന് വരും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ചമ്മയോട്, നിങ്ങളുടെ ഉമ്മമ്മയോട്, അല്ലെങ്കിൽ ഉമ്മയോട്, അല്ലെങ്കിൽ അമ്മയോടൊക്കെ നിങ്ങൾക്ക് ദേഷ്യം തോന്നും. ഒന്ന് ആലോചിച്ച് നോക്കൂ. കണ്ണിമാങ്ങ തിന്നതിൻ്റെ പേരിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ കേട്ടിട്ടില്ല. കണ്ണിമാങ്ങ തിന്ന് ഒരു കുട്ടി മരിച്ചു എന്ന് നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടില്ല. പിന്നെ എന്തിനാ ഈ ശകാരം? എന്തിനാണ് ഈ ശകാരം? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ കണ്ണിമാങ്ങ, വിരൽത്തുമ്പിനോളം വലിപ്പമുള്ള കണ്ണിമാങ്ങ വലുതായി.
തേങ്ങയോളം വലിപ്പമുള്ള മാങ്ങയായി. ആ തേനൂറുന്ന മാമ്പഴം പഴുത്ത് പാകമായതിനു ശേഷം എൻ്റെ കുഞ്ഞ് തിന്നുന്നത് കാണാനാണ് അമ്മ ആഗ്രഹിക്കുന്നത്, ആ അമ്മൂമ്മ ആഗ്രഹിക്കുന്നത്. അത് നഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ശകാരം. മക്കൾ മനസ്സിലാക്കണം, അധ്യാപകന്മാരും മാതാപിതാക്കന്മാരും പഠനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ശകാരിക്കുമ്പോൾ നാളെ നിങ്ങൾ വളർന്നു വന്ന് ഈ രാജ്യത്തെ തന്നെ പ്രശസ്തരായ പ്രതിഭാശാലികളായി മാറാൻ കൊതിക്കുന്ന മാതൃഹൃദയമാണ് നിങ്ങളോട് വികാരത്തോടു കൂടി നിങ്ങളോട് പറയുന്നത്. പഠനത്തിൽ ശ്രദ്ധിക്കാൻ, വികൃതികൾ ചുരുക്കാൻ, അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം എന്ന് മാത്രമാണ് എൻ്റെ മക്കൾക്ക് നൽകാനുള്ളത്. എനിക്ക് ഈ സന്ദർഭത്തിലെ സന്ദേശം അനുസരണയോടുകൂടി, അച്ചടക്കത്തോടുകൂടി വിദ്യാസമ്പന്നരായ പ്രതിഭാശാലികളായ കരുത്തരായ ഒരു യുവ സമൂഹത്തെ എൻ്റെ തലമുറ നിങ്ങളിൽ പ്രതീക്ഷിക്കുന്നു. അത് സാധ്യമാക്കാൻ നിങ്ങൾ തയ്യാറാവണം. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചുരുക്കുന്നു. അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്. താങ്ക് യു MLA ഫോർ സച്ച് ആൻ ഇൻസൈറ്റ്ഫുൾ സെഷൻ. ഇപ്പോൾ വളരെ മനോഹരമായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. നിങ്ങളേവരും ഇപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി സമയം MLAയോട് ഇൻട്രാക്ട് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ കൂടെ വരുമ്പോൾ ഒരുമിച്ച് ഒരു ഇൻട്രാക്ഷനിലേക്കൊക്കെ മൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവർ നമ്മുടെ പിന്നിലുള്ള ഓർക്കസ്ട്ര ടീമിന് കുറച്ച് സമയം അതൊന്ന് സെറ്റ് ചെയ്യാൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും MLAയോട് ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരൊറ്റ ചോദ്യം. തിരൂരിനെ സംബന്ധിച്ച് MLA ഒരു 5 വർഷം കൊണ്ട് സാധ്യമാകാൻ ആഗ്രഹിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ റെവല്യൂഷൻ എന്തായിരിക്കും? കഴിഞ്ഞ റഷ്യയും ഉക്രൈനും കൂടി യുദ്ധം നടന്നപ്പോൾ ചില മാതാപിതാക്കന്മാർ കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു. അപ്പോഴാണ് മനസ്സിലായത് തിരൂർ മണ്ഡലത്തിനകത്ത് നിന്ന് തന്നെ 15-ലധികം വിദ്യാർത്ഥികൾ ഉക്രൈനിൽ പോയി പഠിക്കുന്നു എന്ന് മനസ്സിലായത്. തിരൂരിലെ 3-4 പേർ തിരൂരിലാണ്. പരിസര പഞ്ചായത്തുകളിലെല്ലാം കൂടിയായി 15-ലധികം ആളുകൾ. അന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു സംഗതിയാണ്, നമ്മുടെ മക്കൾക്ക് അവരാഗ്രഹിക്കുന്ന പഠനം നാട്ടിൽ തന്നെ ലഭ്യമാക്കാൻ അവസരങ്ങൾ ഉണ്ടാകണം എന്നുള്ളത്. ഞാൻ അതിനുവേണ്ടി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയോട്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോടും പൊതുവിദ്യാഭ്യാസ മന്ത്രിയോടും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട്, പരിമിതികൾ കാരണം അത് സാധിച്ചിട്ടില്ല. പല പരിമിതികളും നമ്മൾ വിട്ടുപോയിട്ടില്ല എങ്കിൽ പോലും ഈ സർക്കാരിന് മുമ്പാകെ ഇവിടെ നിന്ന് ഇപ്പോൾ SSLC കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറിക്ക് തന്നെ സീറ്റ് കിട്ടാത്തൊരു കാലമാണ്. പഠിക്കാൻ അവസരമില്ല. പിന്നെ ബാക്കി കുട്ടികളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഹയർ സെക്കൻഡറിക്ക് അവസരം ഉണ്ടാവണം. 7ാം ക്ലാസ് കഴിഞ്ഞാൽ എങ്ങനെയാണോ ഹൈസ്കൂളിലേക്ക് കയറുന്നത്, 8ാം ക്ലാസ്സിലേക്ക് കയറുന്നത്, അതുപോലെ 10ാം ക്ലാസ് കഴിഞ്ഞ് പാസ്സാകുന്ന കുട്ടികൾക്ക് അവിടെ തന്നെ അതാത് സ്കൂളിൽ ഹയർ സെക്കൻഡറിക്ക് അവസരം വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് അതേപോലെ തന്നെ ഘട്ടം ഘട്ടമായി മറ്റു തലങ്ങളിലും അവസരങ്ങൾ ഉണ്ടാക്കണം. ഒരു മലയാളം സർവകലാശാലയുണ്ട്, കാലിക്കറ്റ് സർവകലാശാലയുണ്ട്, ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്, പല സർവകലാശാലകളുടെയും ക്യാമ്പസുകൾ ഇവിടെയുണ്ട്. അതിനെ ഉപയോഗപ്പെടുത്തി നമ്മുടെ നാട്ടിൽ പരമാവധി നാട്ടിൽ തന്നെ അല്ലെങ്കിൽ ജില്ലക്കകത്ത്, അതിനും വിട്ടുപോകുകയാണെങ്കിൽ സംസ്ഥാനത്തിനകത്ത് തന്നെ മുഴുവൻ കുട്ടികൾക്കും പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പരിശ്രമിക്കും. ഒരു കാര്യമാണ് നമ്മളുമായിട്ട് MLA ഷെയർ ചെയ്തത്. ഒരു വാക്ക് തരുന്നു തിരൂരിന്റെ MLA, സ്വന്തം സ്കൂളിൽ 10ാം ക്ലാസ് പാസ്സായ ഒരു കുട്ടിക്ക് ഇനി അഡ്മിഷന് വേണ്ടി കാത്തു നിൽക്കേണ്ടി വരില്ല എന്ന തരത്തിലേക്ക് തിരൂരിനെ മാറ്റുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ സീറ്റുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്ന തരത്തിലേക്ക് നാടിനെ മാറ്റുമെന്നാണ് പറയുന്നത്. താങ്ക് യു MLA ഫോർ യുവർ വണ്ടർഫുൾ ടൈം, ഇൻസൈറ്റ്ഫുൾ ടോക്ക് ആൻഡ് എ ഡിലീഷ്യസ് ബ്യൂട്ടിഫുൾ ഇന്ററാക്ഷൻ. താങ്ക് യു സർ. ഓക്കെ, സോ ഇനി എല്ലാവരും ഒന്ന് സീറ്റൊക്കെ പാഡപ്പ് എഴുതിട്ടിരിക്കുക. ഇവർക്ക് കുറച്ച് സമയം കൊടുക്കണ്ടേ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മൈക്കൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇനി പാട്ടോട് പാട്ടാണ്. സോ സ്കിൽ അപ് ടു K26 ഇനി വരുന്നു. ഹൃദയങ്ങളിലെ